രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പുതിയ പരാതിയുമായി 23കാരി രംഗത്തെത്തിയിരിക്കുന്നത്. ബലാത്സംഗ പരാതിയാണ് രാഹുലിനെതിരെ യുവതി ആരോപിക്കുന്നത്. ഹോട്ടൽ മുറിയിൽ കയറി ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ് എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ പരാതി കൂടി ഉയർന്നതോടെ രാഹുലിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വടകര MLA കെ രമ. മുൻപും രാഹുലിനെതിരെ ആരോപണവും പരാതിയും ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മീഡിയയിൽ വന്ന് രൂക്ഷമായ ഭാഷയിൽ കെ രമ സംസാരിച്ചിട്ടില്ല. വടകര MP ഷാഫി പറമ്പിലുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികളാണ് രാഹുലും കെ രമയും. അതുകൊണ്ടാവാം ഇത്രയും നാൾ രമയുടെ ഭാഗത്തു നിന്നും രാഹുലിനെതിരെ തുറന്ന മറുപടി ഉണ്ടാവാതിരുന്നത്. പക്ഷേ ഒരു യുവതി കൂടി പരാതിയുമായി രംഗത്തെത്തിയതോടെ വളരെ രൂക്ഷമായി രാഹുലിനെ വിമർശിക്കുകയാണ് കെ രമ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് കെ രമ പറയുന്നത്. ആരോപണങ്ങൾ ഉയർന്നാൽ പൊതുപ്രവർത്തകർ സ്ഥാനങ്ങളിൽ ഇരിക്കരുതെന്നും നിർബന്ധമായും ഒഴിയണമെന്നും കെ രമ വ്യക്തമാക്കി. പോലീസ് എന്തുകൊണ്ടാണ് രാഹുലിന്റെ കാര്യത്തിൽ ഇത്രയും അലംഭാവം കാണിക്കുന്നതെന്നും അവർ ചോദിച്ചു. നിലവിൽ UDFന്റെ MLA ആണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ മാത്രമല്ല UDFനൊന്നാകെ ഈ വിഷയം തലവേദന സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. രാഹുലിനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും നേതൃത്വം തയ്യാറാവില്ല എന്നും കർശന നടപടിയെടുക്കുമെന്നും ഇതോടുകൂടി ഉറപ്പാവുകയാണ്. കെ രമ അടക്കമുള്ള വനിതാ നേതാക്കളിൽ നിന്ന് രാഹുലിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രമയുടെ വീഡിയോ കാണാം. പക്ഷെ എന്തുകൊണ്ട് കേരള പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കേരള പോലീസിന് സാധിക്കുന്നില്ല ഇത്തരം ആളുകളെയൊന്നും അറസ്റ്റ് ചെയ്യാൻ. വടക്കുഴി വളയിൽ വരെ പോയി ഒളിച്ച, കർണാടകയിൽ പോയി ഒളിച്ച ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത പോലീസാണ് കേരള പോലീസ്. എന്താ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത്? ഈ ചർച്ച എങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് മാത്രമായിട്ടോ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അപ്പം അറസ്റ്റ് ചെയ്യണം, അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ആ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാനും അർഹനല്ല.